പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജ നാഗേന്ദ്രനോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചതിയുടെ ഒരു കഥ തന്നെയാണ് ഇത്. അങ്ങനെ നമ്മുടെ ജലജയുടെ മുന്നിലേക്ക് എക്സിബിഷന് വെക്കാനുള്ള കുറേ സ്വർണങ്ങളുമായിട്ട് നാഗേന്ദ്രൻ വരികയാണ്. അങ്ങനെ ആ സ്വർണങ്ങളൊക്കെ നമ്മുടെ ജലജ എടുത്തു നോക്കുകയും അതൊക്കെ കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ എന്തിനാണ്, നല്ല അടിപൊളി ആഭരണങ്ങളാണല്ലോ, എന്തിനാണ് ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ, ഇത് എക്സിബിഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അച്ഛൻ തന്നതാണ്, ഇത് നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കണം, ഇതിൻ്റെ നിറം മങ്ങാൻ പോലും പാടില്ല, ഇത് എക്സിബിഷന് വെച്ചിട്ട് വേണം ഇന്നത്തെ ആ ഒരു ഡീല് നമുക്ക് നേടിയെടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജലജ പറയുന്നുണ്ട്, എന്തായാലും എക്സിബിഷനൊക്കെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് എനിക്ക് ഇട്ട് നോക്കണം, എനിക്ക് കുറച്ച് ആളുകളെയൊക്കെ കാണിക്കാനുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പുതിയ പുതിയ ആഭരണങ്ങൾ ഇട്ട് വരുമ്പോൾ ഒരു കടക്കാരൻ്റെ ഭാര്യയും മകളുമായ ഞാൻ ഒക്കെ പഴയ മോഡൽ ഇട്ട് നടക്കുമ്പോൾ അത് മോശമല്ലേ, അപ്പോൾ ഇങ്ങനത്തെ പുതിയ ഡിസൈനൊക്കെ അവരൊന്ന് കണ്ണ് മഞ്ഞളിക്കട്ടെ, പിന്നെ അവർക്കും വാങ്ങിക്കാനുള്ളൊരു മനസ്സ് വന്നാൽ അത് നമുക്കും ഒരു ലാഭമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് നാഗേന്ദ്രൻ പക്ഷെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇതൊന്നും ഇട്ട് നടക്കാൻ പറ്റില്ല, ഇത് എന്തായാലും എക്സിബിഷനെ എല്ലാവരും കാണാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ അത് കൊണ്ടുപോവുകയാണ്. പക്ഷേ നമ്മുടെ ജലജയാവട്ടെ അതൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നാഗേന്ദ്രൻ അത് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ബാത്റൂമിലോട്ട് കയറി പോകുന്ന സമയത്താണ് ജലജ മുറിയിലോട്ട് വന്നിട്ട് നാഗേന്ദ്രൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഷെൽഫ് തപ്പി നോക്കുന്നത്. അങ്ങനെ അതിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുകയാണ്. അങ്ങനെ പിന്നീട് നാഗേന്ദ്രൻ കുളി കഴിഞ്ഞ് വരികയും ജലജ ഇക്കാര്യത്തെക്കുറിച്ച് ഇതൊക്കെ ആരാണ് പണിതത്, ഏതായാലും ഇത് വരച്ച ഡിസൈൻസും ചെയ്തതും അടിപൊളിയായിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ജലജ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജ ഒരു സ്വർണം പണിയുന്ന ഒരു സ്വർണം ഉണ്ടാക്കുന്ന ഒരാളെ ഫോൺ ചെയ്യുകയാണ്. അയാൾക്കാണെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ഉണ്ടാക്കുന്ന ജോലിയും ഉണ്ടായിരുന്നു. അങ്ങനെ തനിക്ക് കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വേണമെന്നും അതിൻ്റെ ഡിസൈന് അയച്ചു തരാമെന്നും പറഞ്ഞിട്ട് ജലജ ഇപ്പോൾ നാഗേന്ദ്രൻ കൊണ്ടുവച്ചിട്ടുള്ള സ്വർണത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണത്തിൽ ഒരു മാല പണി കഴിപ്പിച്ചിട്ട് അത് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരികയും നാഗേന്ദ്രൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു ഒറിജിനൽ സ്വർണം എടുത്ത് അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം മാറ്റി വെക്കുകയും ഒക്കെ ചെയ്യുകയാണ്. പക്ഷേ ഈ ഒരു ചതി നമ്മുടെ നാഗേന്ദ്രൻ ഉണ്ടായിരുന്നില്ല. ജലജ അതിവിദഗ്ധമായിട്ട് സ്വന്തം ഭർത്താവിനെയാണ് പറ്റിക്കാൻ നോക്കിയത്. അങ്ങനെ പിന്നീട് ആ ഒരു ഡീലിനും വേണ്ടിയിട്ട് എക്സിബിഷനും വേണ്ടിയിട്ട് നാഗേന്ദ്രൻ ആ ഒരു സ്വർണവുമായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് മുത്തശ്ശൻ അതുമായിട്ടൊന്ന് തൻ്റെ അടുത്തേക്ക് വരാൻ പറയുകയും അങ്ങനെ മുത്തശ്ശൻ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്വർണം എന്താ മങ്ങി കിടക്കുന്നത്, ഇതിൻ്റെ കളർ കുറഞ്ഞ പോലെ മാറ്റി കുറഞ്ഞ പോലെ ഒരു ഫീൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, ഞാൻ അച്ഛൻ തന്നതനുസരിച്ചിട്ട് വേഗം അത് കൊണ്ടുപോയിട്ട് ഷെൽഫിൽ തന്നെ വെച്ചിട്ട് പിന്നീട് ഇപ്പോഴാണല്ലോ എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മുത്തശ്ശനെ ആ സ്വർണം കണ്ടതു മുതൽ സംശയം കൂടുകയാണ്. എന്നിട്ട് അത് അവിടെയുള്ള തട്ടാനെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ മാറ്റി പരിശോധിക്കാനായിട്ടും ഒക്കെ ഒരു അപ്രൈസറെ കൊണ്ട് നോക്കിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് നോക്കിക്കുന്ന സമയത്ത് ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഗോൾഡ് അപ്രൈസർ നമ്മുടെ മുത്തശ്ശനോട് പറയുന്നുണ്ട്, ഇത് നമ്മുടെ സ്വർണ്ണമൊന്നും അല്ലല്ലോ, ഇതിൻ്റെ മാറ്റി കുറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണല്ലോ, ഇത് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തായാലും നമ്മളിവിടെ പണി കഴിപ്പിച്ച മൂർത്തിസ് ജ്വല്ലറിയിൽ ഉള്ള സ്വർണ്ണമല്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശൻ അങ്ങ് ദേഷ്യം വരികയും നാഗേന്ദ്രൻ ചോദ്യം ചെയ്യുകയും, നീ എന്താണ് ചെയ്തത്, എന്താണ് ഇവിടെ സംഭവിച്ചത്, നമുക്കുള്ള ഒരു ഡീല് എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്കും സൂക്ഷ്മതയോടുകൂടി ചെയ്ത ഒരു കാര്യമാണ് നീ നശിപ്പിച്ചിരിക്കുന്നത്, നീയാണോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം വിറ്റ് നമ്മുടെ ഒറിജിനൽ സ്വർണം വിറ്റ് ക്യാഷാക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം കൊണ്ടുവച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രനെ നല്ല മുട്ടൻ ചീത്ത കേൾക്കുകയും മുത്തശ്ശൻ ആ ഒരു ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ജലജ ചെയ്തിട്ടുള്ള ആ ഒരു ക്രൂരതയിൽ നമ്മുടെ നാഗേന്ദ്രൻ എന്നേക്കുമായിട്ട് മൂർത്തിസ് ജ്വല്ലറിയിൽ നിന്നും മൂർത്തിസ് കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്ന ആ ഒരു അവസ്ഥയുണ്ടാവുകയാണ്. ജലജയുടെ ഏറ്റവും വലിയ ചതി അത് പൊറുക്കാനാവാത്തതാണ്. അത് ഇന്നും നാഗേന്ദ്രൻ ക്ഷമിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നില്ല.